നമശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും ഗീത ഹൃദയത്തിലേക്ക് സ്വാഗതം. ഗുരുരതിനാദിച്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാന കർമ്മ സന്യാസ യോഗം എന്ന 4-ാം അധ്യായത്തിൻ്റെ 13-ാം ശ്ലോകവും തുടർന്ന് വന്ന ചാതുർവർണ്ണത്തിനെ പറ്റിയും മനുസ്മൃതിയെല്ലാം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു. 14-ാം ശ്ലോകം നമുക്ക് നോക്കാം. നമം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോ അഭിജാനാതി കർമ്മഭിർന സ ബാധ്യതേ. ശ്ലോകം 15. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവതരം കൃതം. ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ശ്ലോകം 14. എന്നെ കർമ്മങ്ങൾ സ്പർശിക്കുന്നില്ല, എനിക്ക് കർമ്മഫലത്തിൽ ഇച്ഛയും ഇല്ല. ഇപ്രകാരം എന്നെ അറിയുന്നവർക്ക് അഥവാ എൻ്റെ ശൈലീ കർമ്മങ്ങളിൽ പിന്തുടരുന്നവർക്ക് കർമ്മങ്ങളുമായി കെട്ടുപാടുകൾ ഉണ്ടാവുകയില്ല. ഭഗവാൻ പറയുകയാണ്. ശ്ലോകം 15 നോക്കാം. പ്രാചീന കാലത്ത് മുക്തി ആഗ്രഹിച്ചവർ ഇതേ തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കർമ്മം ചെയ്തവരാണ്. അതിനാൽ നീയും കർമ്മം തന്നെ ചെയ്യുക. കാരണം പൂർവികരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അതായത് വേദങ്ങളിലെ സന്ദേശമാണ് ഈ ശ്ലോകങ്ങളിൽ പരന്നു കിടക്കുന്നത്. കർമ്മപ്രധാനമായ യജുർവേദത്തിൽ പറയുന്നതും ഇതുതന്നെയാണ്. കുറുവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ എന്ന് തുടങ്ങുന്ന ശ്ലോകമുണ്ട്. അതായത് 100 വർഷം കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്നാൽ കർമ്മത്തിൽ ആസക്തി പുലരാതെ, ബന്ധനത്തിൽ അകപ്പെടാതെ കർമ്മം ചെയ്യുക. ഇതേ കാഴ്ചപ്പാട് ഭഗവാൻ ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ. ആസക്തിയിൽ നിന്നുള്ള മോക്ഷമാണ് യഥാർത്ഥ മോക്ഷം, അല്ലാതെ കർമ്മത്തിൽ നിന്നുള്ള വിടുതലല്ല മോക്ഷം. ഭഗവാൻ പലതവണയായി കർമ്മം ചെയ്യാൻ ഉപദേശിക്കുന്നു. ഇതിൽ എന്ത് അപൂർവതയാണുള്ളത്? കർമ്മം ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്ന് ആർക്കാണ് അറിയാത്തത്? കർമ്മത്തിൽ ആർക്കും അനിഷ്ടമില്ല. പിന്നെ എന്തിന് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ ഉപദേശിക്കുന്നു എന്ന ശങ്ക തോന്നാം. അതിനുത്തരം അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. കർമ്മം ചെയ്യേണ്ടത് ആവശ്യത്തെക്കുറിച്ച് ഞാനൊരു ശ്ലോകം ചൊല്ലാം. എൻ്റെ ഗുരുനാഥൻ്റെ: കർമ്മങ്ങൾ കൊണ്ട് താൻ കർത്തവ്യം ചെയ്യണം, കർമ്മം താൻ മുക്തിക്ക് സദ്ഗുരുനാഥൻ. കടമകൾ ചെയ്യാത്ത മർത്യന് പിന്നെയും കടമയെന്ന് ഓർമ്മ വേണം. അതാണ് കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയതിനെ കൊണ്ടാണ് ഇത് പറഞ്ഞത്. കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ 2 ശ്ലോകങ്ങളിലായി ഭഗവാൻ പറഞ്ഞത്, വേദങ്ങളിൽ പറഞ്ഞേക്കുന്നത് ചൂണ്ടിക്കാട്ടിയതും ഞാൻ ആ ശ്ലോകം എൻ്റെ ഗുരുനാഥൻ്റെ വചനങ്ങൾ ചൊല്ലിയതും എല്ലാവർക്കും എന്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭ സുദിനം.